ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പോലും ഞാൻ അറിഞ്ഞില്ലല്ലോ. ഗായ്സ്, അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ഓർഡർ എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സൊമാറ്റോ ഓടാൻ വേണ്ടി പോവാണ് ഗൈസ്. 6 മണി മുതൽ 11 മണി വരെയുള്ള ഗിഗ്സാണ് ഞാൻ ബുക്ക് ചെയ്തേക്കുന്നത്. ഇപ്പോൾ സമയം 5 മണിയായി. ഇപ്പോൾ പെയ്യെ അങ്ങോട്ട് പോവാം. 6 മണി ആയില്ലെങ്കിൽ നമുക്ക് ഓൺലൈനിലാവാം, അത് പ്രശ്നമൊന്നുമല്ല. അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ സോണിൽ എത്തിയിട്ടുണ്ട്. സൊമാറ്റോ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഈ 5 PM മുതൽ 6 PM ഞാൻ ജിഗ് ബുക്ക് ചെയ്തില്ല. കാരണം വെച്ചാൽ ഇവിടെ ജിഗ് എപ്പോഴും ഓപ്പൺ ആണ്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. അതുമാത്രമല്ല, ഇത് സൗജന്യ ജിഗാണ്. എന്ന് വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഓഫ്ലൈനിൽ പോകാം, എപ്പോഴേലും നമുക്ക് ഓണാക്കാം. അങ്ങനെയൊക്കെയാണ്. ഒരു 6 മണി മുതൽ 11 മണി വരെയാണ് എൻ്റെ ഷിഫ്റ്റ്. ഇപ്പം ചുമ്മാ വെറുതെ ഓണാക്കിയിട്ടേക്കാം. ഓർഡർ കിട്ടുന്ന കിട്ടട്ടെ. അങ്ങനെ നമ്മൾ ആപ്ലിക്കേഷൻ ഓണാക്കിയിട്ടുണ്ട്. ആഹാ, കൊള്ളാലോ. അങ്ങനെ ഫസ്റ്റ് ഓർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആണ് 250. നേരെ പോകുന്നത്, ഫസ്റ്റ് ഓർഡർ അടിച്ചേക്കുന്നത് കൈമാസ് റെസ്റ്റോറൻറ്റിലാണ്. അവിടെ പോകുന്നു, ഫുഡ് എടുക്കുന്നു, നേരെ കസ്റ്റമറിന് കൊടുക്കുന്നു. അങ്ങനെ പുനലൂർ പട്ടണത്തിൽ കൂടെ ഞാനിങ്ങനെ സൊമാറ്റോ ബാഗും ബൈക്കിൽ കെട്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് 250 രൂപയ്ക്ക് എണ്ണ അടിച്ചപ്പോൾ 150 കിലോമീറ്റർ പോകുമെന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ കാണിക്കുന്ന മൈലേജ് 49. എന്തൊരു മഴയായിരുന്നു. ഇപ്പോഴാണ് മഴയെന്ന് തോന്നുന്നത്. ഇനി മഴ പെയ്യുവാണെങ്കിൽ ക്യാമറ എടുത്ത് ബാഗ് വെക്കേണ്ടി വരും. കേട്ടോ, കോള് കിടക്കുന്നുണ്ടോ? എമണ്ടം കോളാണ് കിടക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും പെയ്യാം. കൈമാസ് ഹോട്ടലിലെത്തി. ഓക്കെ, പിക്കപ്പിലെത്തി. ഓ, സെൽഫി എടുത്തേക്കാം. ഒരു 57-15. അങ്ങനെ സാധനം നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. ഓർഡർ എടുത്തു. കാര്യറ. കസ്റ്റമറിൻ്റെ പേരോ കസ്റ്റമർ എന്താ ഫുഡ് കൊണ്ടു കൊടുക്കുന്നതെന്നോ എന്ന് ഞാൻ പറയൂല, അത് മോശമല്ലേ. .7 കിലോമീറ്റർ നമ്മൾ പോകുന്നതേ പുനലൂർ പേപ്പർ മില്ലിൻ്റെ ആ വഴിയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ പേപ്പർ മില്ലൊന്ന് കാണിച്ചു തരാം. ഞാൻ 1 വേ. അതുമാത്രമല്ല, പുനലൂർ ഡി മാളിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ പോകുന്നത്. ഇതാണ് ഡി മാൾ, കാർണിവൽ സിനിമാസ്. ഇതിലൂടെ നേരെ കാണുന്നതാണ് പേപ്പർ മില്ല്, പുനലൂർ പേപ്പർ മില്ല്. ബാഗ് ഇരിപ്പുണ്ടാ. ഒരു പയ്യൻ കൈ കാണിച്ച് എൻ്റെ ബാഗ് ഇരിക്കില്ല, ഡെലിവറി ബാഗ് ഇരിക്കില്ല. ഞാൻ അങ്ങനെ കൊണ്ടുപോകും. ബാഗിനകത്ത് കയറ്റി വെക്കുന്ന സൈസാണെങ്കിൽ കുഴപ്പമില്ല, അതിനകത്ത് അടച്ചു വെച്ചാൽ കൊണ്ടുപോയാൽ പോലെ. ഇതും പറ്റൂല. അങ്ങനെ കൊണ്ടുപോയാലോ പിള്ളേരെ പിടുത്തക്കാരെന്ന് പറഞ്ഞാൽ എന്നെ എടുത്ത് ജയിലിടും. കാരണം ഇതൊക്കെ പണ്ടത്തെ മതിലാട്ടോ. ഇത് പേപ്പറിൻ്റെ കരിങ്കല്ല് വെച്ചിട്ട് മതിലൊക്കെയാണെന്ന് തോന്നുന്നു. കറുത്തിരിക്കുന്നു, അത് കരിങ്കല്ലല്ലേ, പായലാണോ? എന്തായാലും എത്രയോ ഏക്കറാണ് ഈ പേപ്പർ മില്ല് കേട്ടോ. പിന്നെ എൻ്റെ ക്യാമറ ഒരുപാട് വൈഡല്ല, അപ്പോൾ നിങ്ങളെ ഒന്ന് ക്ഷമിക്കണം. നല്ലൊരു ക്യാമറ മേടിച്ചിട്ട് ഞാൻ നല്ല രീതിയിൽ വ്ലോഗ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ എന്തായാലും ഒന്ന് ക്ഷമിക്കണം. കാരണം വേറെ ക്യാമറ മേടിക്കാനുള്ളൊരു സാമ്പത്തികമായിട്ട് ഇപ്പോൾ ഇല്ല, പേടിക്കും. അപ്പോൾ ഈ കാണുന്നതാണ് പേപ്പർ മില്ലിൻ്റെ വെളിയിലത്തെ ഭാഗം. അകത്തെ ഭാഗം എന്തായാലും കാണിക്കാൻ പറ്റില്ല. ഇപ്പോൾ പേപ്പർ മില്ല് എന്തായാലും പ്രവർത്തിക്കുന്നൊന്നുമില്ല.
പുരാവസ്തു പോലെ ഇങ്ങനെ ഒരു പുനലൂർ പേപ്പർ മിൽ എന്ന് നമുക്ക് പറയാം. റോഡെല്ലാം കാടായി, ഇത്രയും ഏറിയുണ്ട്. ഈ റോഡെന്ന് പറഞ്ഞാലേ നമ്മുടെ പുനലൂർ പത്തനാപുരം റോഡ് മലയോര ഹൈവേ സമയത്ത് പണിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്ത ഒരു റോഡാണ്. നമുക്ക് പത്തനാപുരം പോകാം, കുന്നിക്കോട് പോകാം. ഇപ്പോഴിപ്പോൾ കാര്യറ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇനി 850 മീറ്ററും കൂടെ ഉള്ളൂ കസ്റ്റമറുടെ ലൊക്കേഷനിലേക്ക് കേട്ടോ. ഓക്കെ എന്നാൽ കംപ്ലീറ്റ് ആയി. 48 രൂപ 3 പൈസ ആണ് നമുക്ക്. പിന്നെ നമുക്ക് തിരിച്ച് പുനലൂർ പോകണം. അങ്ങനെ ഓർഡറൊന്നും ഇതുവരെ ആയിട്ടില്ല. 6:03 സമയം. ഒറ്റ ഒരു ഓർഡറേ കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മൈജി, പുനലൂർ മൈജി ഫ്യൂച്ചർ എൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഒരു ഓർഡർ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇതിന് ഹോട്ടലിൻ്റെ സൈഡിലോട്ട് പോവാം. പുനലൂർ തൂക്കുപാലം. ഈ പുനലൂർ തൂക്കുപാലത്ത് തിങ്കളാഴ്ച ഇത് ഓപ്പൺ അല്ല കേട്ടോ. ഞാൻ ഇന്നലെ വന്ന സമയത്ത് ഇത് ഓപ്പൺ അല്ലായിരുന്നു തൂക്കുപാലം. ഇന്നത് ഓപ്പണാണ്. തിങ്കളാഴ്ച എന്ത് കാരണത്തിലാണിത് അടച്ചിടുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ തൂക്കുപാലം കാണാൻ വരുന്നെങ്കിൽ തന്നെ തിങ്കളാഴ്ച വരരുത്. തിങ്കളാഴ്ച ഇത് ഓപ്പൺ അല്ല. ഇതാ പോകുന്നത് ജീവൻ സിനിമ റെസ്റ്റോറൻറ്റിലോട്ടാണ് പോകുന്നത്. അവിടെ ഓർഡറൊന്നും കിട്ടിയില്ല. അവിടെ പോയി നിൽക്കിയപ്പോൾ ചിലപ്പോൾ ഓർഡർ കിട്ടും. ഓർഡർ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അങ്ങോട്ട് പോകുന്നത്. ഇവിടെ ഇരിക്കാം. അങ്ങനെ ഇരുന്നൊരു ഓർഡർ അടിച്ചു. അത് 48 രൂപയാണ്. വീണ്ടും കൈമാസ് റെസ്റ്റോറൻ്റ് ആണല്ലോ. എനിക്ക് ഫസ്റ്റ് ഓർഡർ കിട്ടിയതും കൈമാസ് റെസ്റ്റോറൻ്റ് ആണ്. അങ്ങനെ കൈമാസ് റെസ്റ്റോറൻറ്റ് നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഓർഡർ തയ്യാറാണല്ലോ, ഓർഡർ തയ്യാറാണല്ലോ. $34.98. അങ്ങനെ സാധനം നമ്മുടെ കൈ കിട്ടി. നമുക്ക് പോകേണ്ട ദൂരം എന്ന് പറഞ്ഞാൽ 6.6 കിലോമീറ്റർ. പാലത്തിൻ്റെ ഈ ലൈറ്റും കൂടെ ആയപ്പോൾ സെറ്റ് അടിപൊളിയായില്ലേ. പാലം ഉണ്ടല്ലോ, ഈ പാലം വൺ വേ ആണേ. നമ്മൾ പുനലൂരിൽ നിന്ന് പത്തനാപുരം പോവുകയാണെങ്കിൽ നമ്മൾ ഈ പുതിയ പാലത്തിൽ കൂടെ പോകരുത്, പഴയ പാലത്തിൽ കൂടെ വേണം പോകാൻ കേട്ടോ. ഇത് കുറേ അറിയാത്തവർ ഇങ്ങനെ കയറി പോകുന്നുണ്ട്. ഇത് ഭയങ്കര അപകടം ഉണ്ടാവും. കാരണം കുറച്ച് പേർക്ക് ഇത് വൺ വേ എന്ന് അറിയാം, കുറച്ച് പേർക്ക് എന്ന് വെച്ചാൽ ഈ പാലത്തെക്കുറിച്ച് അറിയത്തില്ല. അല്ലെങ്കിൽ ഈ വഴി കൂടെ ആദ്യമായിട്ട് പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇത് വൺ വേ ആണ്. നമുക്ക് ഒരു ബോർഡ് പോലും ഇല്ല. അതുകൊണ്ട് അവരുടെ തെറ്റല്ല. പണ്ട് ഇവിടെ ബോർഡുണ്ടായിരുന്നു. ആ ബോർഡൊക്കെ ഏതോ മഴയത്തും കാറ്റത്തൊക്കെ പോയി. പിന്നെ ഇവിടെ ബോർഡും വെച്ചിട്ടില്ല, ഒരു കുന്തവും വെച്ചിട്ടില്ല. അതുകൊണ്ട് എപ്പോഴെങ്കിലും, ഇപ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കുന്നത് പോലും ഇല്ല ഇത്. പക്ഷേ എന്നെങ്കിലും എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഇവിടെ നടന്നു കഴിഞ്ഞാൽ പിന്നെ പല കൊടികളുമായിട്ട് എല്ലാവരും വരും. പിന്നെ ഭയങ്കര പ്രശ്നമാവും. പിന്നെ അങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ആയിരുന്നു, ചെയ്യണമായിരുന്നു. എന്തിനാ അങ്ങനെയൊക്കെ ആവുന്ന മുമ്പ് തന്നെ ഇതങ്ങ് ചെയ്തുകൂടെ? ഒരു ബോർഡ് വെച്ചാൽ പോരെ, വൺ വേ. അതൊരു ബോർഡങ്ങ് വെച്ചാൽ പോരെ. നല്ല രീതിയിൽ തണുപ്പുണ്ട് കേട്ടോ. ചെറുതായിട്ട് മഞ്ഞുമുണ്ട്. ഇനി നമുക്കൊരു 290 മീറ്റർ കഴിഞ്ഞാൽ നമ്മൾ നേരെ കസ്റ്റമറിൻ്റെ മുന്നിലെത്തും എന്നാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത്. ഇല്ലാത്ത തേരിയാണല്ലോ. ഇത് നേരെ സ്വർഗത്തോട്ട് പോകുന്ന വഴിയാണോ? ഭയങ്കര തേരിയ, കുത്തനടക്കുന്ന തേരി. റബ്ബറും തോട്ടോ. ഇവിടുന്ന് വെട്ടം വിളിച്ചും ഇല്ലാത്തൊരു സ്ഥലമാണല്ലോ. ഊരാക്കൂരി ഇരുട്ട്. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ
6:30 ആയതേ ഉള്ളൂ. ഓക്കെ, ഇനി ഒരു 70 മീറ്റർ. ലൊക്കേഷൻ ക്യാഷ് ഓൺ ഡെലിവറി. GPay ആണോ? ഓക്കെ. ആ 483 വന്നു. അതും കംപ്ലീറ്റ് ആയി. അടുത്ത ഓർഡറിന് റിക്വസ്റ്റ് കൊടുത്തിട്ടേക്കാം. അങ്ങനെ നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിരിക്കുവാണ് ഗായ്സ്. 45 രൂപ 9 പൈസയുടെ ഫുഡ് വില്ലേജ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മൾ ഓർഡർ അങ്ങനെ എടുക്കുകയാണ്. അയ്യോ, അങ്ങനെ 3ാമത്തെ ഓർഡർ. പക്ഷേ 6 മണി മുതൽ 2ാമത്തെ ഓർഡർ. ഓക്കെ, ഈ 6 മണി മുതൽ നമുക്ക് ഇൻസെൻറ്റീവ് കിട്ടും. ടോട്ടൽ നമുക്ക് 3 ഓർഡർ കിട്ടി. പക്ഷേ 6 മണി മുതൽ നോക്കുവാണെങ്കിൽ 2 ഓർഡർ കിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് 5 ഓർഡർ കംപ്ലീറ്റ് ചെയ്യണം. 2 ഗിഗും ഒരു കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 55 രൂപയാണ് കിട്ടുന്നത്. 55 രൂപ. ഒരു 100 രൂപയ്ക്ക് തന്നൂടെ? 1 ലിറ്റർ എണ്ണ പോലും കിട്ടത്തില്ല 55 രൂപയ്ക്ക്. സെക്കൻഡ് ഫ്ലോർ. അങ്ങനെ സാധനം കൈ കിട്ടി. പക്ഷെ ഒരു ഐറ്റം ഇല്ലായിരുന്നു. അതുകൊണ്ട് അതിന് പകരം വേറൊരു ഐറ്റം വെച്ചിട്ട് അത് ഇത്ര ലേറ്റായിപ്പോയി. നമുക്ക് ലിഫ്റ്റിൽ പോവാം. ആരുമില്ലേ? ജീവൻ. പെട്ടെന്ന് ഈ ഓർഡർ കൊണ്ടു കൊടുക്കാം. പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും പോയ വഴി തന്നെ. പക്ഷേ അവിടുന്ന് ഒരു കുന്നിൻ്റെ മണ്ട കയറണം. കുന്നിൻ്റെ മണ്ടയിൽ കൂടെ പോയി ഒരു പത്തനാപുരം കോളേജുണ്ട്, എൻജിനീയർ കോളേജ്. ആ വഴിയാണ് പോകേണ്ടത്. അപ്പോൾ ആ വഴി പോകുമ്പം നല്ല മഞ്ഞായിരിക്കും. അപ്പം നല്ല രീതിയിൽ മഞ്ഞ് കാണും. ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. നമ്മൾ അടിപൊളി കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണേ. ഇത് 2 ദിവസം മുമ്പ് എനിക്ക് ഇവിടെ നിന്ന് ഒരു ഓർഡർ അടിച്ചായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് വന്ന സമയത്തെ ഫുള്ളും മഞ്ഞായിരുന്നേ. പക്ഷെ ഭയങ്കര ഡേഞ്ചറാണ് ഈ റോഡ്. കാരണം ഒരു ചെറിയൊരു വലിയ വീതിയില്ലാത്തൊരു വഴിയാണ്. അതുമാത്രമല്ല താഴെ നല്ല രീതിയിലുള്ള കുഴിയാണ്. നല്ല ഹൈറ്റിലാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെയൊക്കെ വെട്ടമുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ഓർഡർ കൊടുക്കാൻ പോയില്ല, അവിടെ നിന്ന് വെട്ടം പൊളിച്ചില്ലാത്ത സ്ഥലമായിരുന്നു. ഇതിപ്പോൾ വെട്ടമെങ്കിലും ഉണ്ട്. ഇവിടെ വെട്ടം വെച്ചേ പറ്റൂ. കാരണം ഈ റോഡിൻ്റെ വലസൈഡെന്ന് പറഞ്ഞാൽ അഗാധമായ കുഴിയാണ്. ഒന്ന് വീണ് കഴിഞ്ഞാൽ തീർന്നു. ഒരു സൈഡിലൊരു ഇതുപോലും വെച്ചിട്ടില്ല. ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് എൻജിനീയർ കോളേജാണ്. പത്തനാപുരം എൻജിനീയർ കോളേജ്. ഇപ്പം അത്രയ്ക്ക് മഞ്ഞൊന്നുമില്ല. അത് മാത്രമല്ല, ഞാൻ വന്ന് തന്ന 4 മണിക്കോ കണ്ടാന്ന് തോന്നുന്നു. ആ സമയത്ത് ഇവിടെ ഒന്നും കാണാൻ പോലും പറ്റുന്നില്ല. ഇപ്പം തണുപ്പുണ്ട്, ചെറിയ മഞ്ഞുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അന്നത്തെ പോലെ മൂടൽ മഞ്ഞില്ല. ക്യാഷ് ഓൺ ഡെലിവറി ആണോ? GPay ആണോ? കയ്യിലാണോ? 417 രൂപ. ഗായ്സ്, അങ്ങനെ നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിരിക്കുകയാണ്. അതിനാണ് നമുക്ക് അടുത്ത ഓർഡർ കിട്ടിയേക്കുന്നത്. ജീവൻ സിനിമ റെസ്റ്റോറൻറ്റ്.
കറുത്ത ബെൻസ് ചേട്ടാ, എവിടെ അങ്ങോട്ടാ ഇൻഡിക്കേറ്റർ ഇടുന്നത്? എങ്ങോട്ടാ പോണേ? ജീവൻ സിനിമ റെസ്റ്റോറൻറ്റ്. ഓർഡർ റെഡിയാണല്ലോ. 2463. സൊമാറ്റോ 2763. വന്നപ്പോഴേ ഇവിടെ റെഡിയായിരുന്നു, രക്ഷപ്പെട്ടു. ഓ, മൾട്ടി ഓർഡറാ. അപ്പോൾ നമുക്ക് വില്ലേജ് കിച്ചണിലോട്ട് പോകണം. മൾട്ടി ഓർഡർ ആയിരുന്നില്ലേ? ഞാൻ അറിഞ്ഞില്ല. കസ്റ്റമറിൻ്റെ ലൊക്കേഷൻ നോക്കിയപ്പോൾ റെസ്റ്റോറൻ്റ് ലൊക്കേഷനാണ് കാണിക്കുന്നത്. ഈ വില്ലേജ് കിച്ചൺ എന്ന് പറയുന്നത് തൊട്ടപ്പുറത്താണ്. ഇതാണ് വില്ലേജ് കിച്ചൺ. പിക്കപ്പിലെത്തി, ഓർഡർ തയ്യാറാണ്. ഓക്കെ ചേച്ചി, സൊമാറ്റോ. ഞാനത് എടുത്തു. അപ്പോൾ നമുക്കിനി ഒരു കസ്റ്റമറിലോട്ട് പോകാൻ പോരാ, 2 കസ്റ്റമറിനെ കാണണം. അപ്പോൾ ക്യാഷാണോ? രണ്ട് രൂപ ഓർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മറ്റേ എത്ര കിട്ടിയത്? 45 ഹോട്ടൽ ശരവണ ഭവൻ. ഇപ്പോൾ രാത്രി 11:30 ആയിട്ടുണ്ട്. ഞാൻ ആ ഓർഡർ എടുത്തപ്പോൾ നല്ല മഴയായിപ്പോയി, അതുകൊണ്ട് നിങ്ങളൊന്നും കാണിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് രണ്ട് ഓർഡർ കിട്ടി കേട്ടോ. ഒന്ന് കുന്നിക്കോടും പിന്നെ ഒന്ന് കാരറ എന്നുള്ള സ്ഥലത്തേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല മഴ ആയതുകൊണ്ട് എനിക്ക് ക്യാമറ എടുത്ത് വെക്കാൻ പറ്റില്ല, കാരണം ക്യാമറ വാട്ടർ പ്രൂഫ് അല്ല. അതുകൊണ്ട് മഴ നനഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ നമുക്കിന്ന് മൊത്തത്തിൽ എത്ര ഓർഡർ കിട്ടിയെന്ന് പറഞ്ഞാൽ 5 മണി മുതൽ രാത്രി 11 മണി വരെ നമ്മൾ വർക്ക് ചെയ്തപ്പോൾ കിട്ടിയ ഓർഡർ എന്ന് പറഞ്ഞാൽ 10 ഓർഡറാണ്. 10 ഓർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഞാൻ ഓടിയെടുത്ത 3 മണിക്കൂറാണ് നമ്മൾ വർക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ 383 രൂപ 71 പൈസയാണ് നമുക്ക് ഇന്ന് കിട്ടിയത്. അതിനകത്ത് ഒരു ഇൻസെൻറ്റീവായിട്ട് 55 രൂപയും കൂടി ഇതിനകത്ത് കൂടും. അപ്പോൾ 468 രൂപയാണ് നമുക്ക് കിട്ടിയത്. ഈ ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മണി മുതൽ 11 മണി വരെ നമ്മൾ വർക്ക് ചെയ്യുന്നില്ല. കാരണം 2 ജിഗ്, ഈ സൊമാറ്റോയിൽ ജിഗാണ്. അപ്പോൾ 2 ജിഗ് കംപ്ലീറ്റും ചെയ്യണം, അതുപോലെ 5 ഓർഡർ നമ്മൾ കംപ്ലീറ്റും ചെയ്യണം. ഇങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ യാത്രകളൊന്നും അവസാനിക്കുന്നില്ല. അടുത്ത സൊമാറ്റോ യാത്രയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഏതെങ്കിലും യാത്ര വെച്ച് നമുക്ക് കാണാം.